തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലേക്ക് ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്കാണ്. ആവർത്തിച്ചുള്ള വാക്പ്രയോഗമാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗശൈലി. എന്നാൽ സദസ്സിലെ കുഞ്ഞു വസ്തുവിനെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ വിഷയമാക്കി അവതരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ശൈലി. കണ്ണൂരിൽ പൂച്ചെണ്ടുയർത്തി രാഹുൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമാവുകയാണ്. വേദി അലങ്കരിക്കാൻ ഉപയോഗിച്ച പൂക്കൾ കൊണ്ടുള്ള ബൊക്കെ എടുത്തുയർത്തിയായിരുന്നു രാഹുലിന്റെ ഇന്ത്യയെ ഉപമിച്ചുള്ള പ്രസംഗം. വിവിധ നിറത്തിലുള്ള വിവിധ തരത്തിലുള്ള പൂക്കളാണ് ഇന്ത്യയുടെ വൈവിധ്യമെന്ന് രാഹുൽ പ്രസംഗിച്ചപ്പോൾ ഹർഷാരവത്തോടുകൂടിയാണ് വേദി വരവേറ്റത്. രാജ്യത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചാണ് രാഹുലിൻ്റെ പ്രസംഗം. തമിഴ്നാടൻ ദോശയുടെ രുചിവൈവിധ്യവും കേരള ദോശയുടെ രുചിവൈവിധ്യവും വ്യത്യസ്തമെന്ന് രാഹുൽ. പിന്നീട് മലയാളത്തിൻ്റെ പ്രത്യേകത. ഇതിനിടയിലാണ് വേദിയിൽ അലങ്കാരത്തിനായി വെച്ച പൂക്കളിൽ രാഹുലിൻ്റെ കണ്ണുടക്കിയത്. വൈവിധ്യവും വ്യത്യസ്തതയും ബൊക്കയെ ഉപമിച്ച് പ്രസംഗം. ആദ്യ വരി പറഞ്ഞതും ഇംഗ്ലീഷ് വശമില്ലാത്ത സാധാരണ സദസ്സ് കൈയടിച്ചു. ഭാഷയുടെ പരിമിതി എത്ര പെട്ടെന്നാണ് രാഹുൽ മറികടന്നത്. പറഞ്ഞത് വലിയ രാഷ്ട്രീയവും. ശരിക്കും ഈ കയ്യിലിരിക്കുന്ന പൂച്ചെണ്ട് കണ്ടോ? ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ കാണുന്നത് പോലെയാണ് ഇന്ത്യ. ഇതുപോലെയാണ് ഇന്ത്യ. കേരളവും ഇതുപോലെ, ഓരോ കുടുംബവും ഇതുപോലെ തന്നെ. രീതികൾ, ഭംഗി, മണം എല്ലാം വ്യത്യസ്തം. പൂക്കൾ കയ്യിലുയർത്തി രാഹുൽ ഇന്ത്യയെ ഉപമിച്ചു. അതിലെ ഓരോ പൂവും വ്യത്യസ്തമാണ്, സവിശേഷതകളുള്ളതാണ്. ഓരോ ഫ്ലവറിനും, ഓരോ പൂവിനും വ്യത്യസ്തമായ രീതികൾ, പ്രകാശന രീതികൾ. ഓരോ പൂവിനും വ്യത്യസ്തമായ സൗന്ദര്യമാണുള്ളത്. And when you add all the flowers together, they become much more beautiful than the individual flower. ഇന്ത്യയെ പൂന്തോട്ടത്തോടുപമിച്ച നെഹ്റു ഒരു നിമിഷം പുനർജനിച്ച ആവേശമായിരുന്നു സദസ്സിൽ. പൂക്കളുയർത്തി രാഹുലിന്റെ ലളിതമായ എന്നാൽ മൂർച്ചയുള്ള രാഷ്ട്രീയ വിമർശനമായിരുന്നു ഇന്നത്തെ പ്രസംഗത്തിലെ ഹൈലൈറ്റ്. റിപ്പോർട്ടർ, കണ്ണൂർ.